നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെ നോമ്പൊക്കെ നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നു. ഇതാ അവസാനിക്കാനായില്ലേ നോമ്പ്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 1 കിലോ ലഗോൺ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത്യാവശ്യം അളവുകളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ 1.5 കിലോ കോഴി വാങ്ങിയാലേ ഉള്ളൂ കേട്ടോ 1 കിലോ നമുക്ക് ഈ ഒരു ചിക്കൻ കിട്ടുക. അങ്ങനെയാണ് ലഗോണിൻ്റെ ഒരു പ്രശ്നം. നമ്മുടെ സാധാ ബ്രോയിലർ കോഴി വാങ്ങുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് തൂക്കം അളവ് ആ കണക്കിൽ തന്നെ കിട്ടും. പിന്നെ പാർട്സും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിട്ട് അവർ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഈ ലഗോൺ തന്നെയാണ്. ലഗോണിൻ്റെ ബിരിയാണി ആയാലും കറി ആയാലും ഒക്കെ. പക്ഷേ അതിൽ ഇറച്ചി ഉണ്ടാവാത്തതുകൊണ്ടാണ് അധികം ആൾക്കാർ ഈ ബ്രോയിലർ തന്നെ വാങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇതാ വേഗം ചിക്കനൊക്കെ നല്ല ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാർട്സ് ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതാ അതിലേക്ക് 1 കിലോ ബിരിയാണിയിലേക്ക് ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള 4 വലിയുള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതാ കണ്ടില്ലേ വലുപ്പം, ഏകദേശം ഇടത്തരം വലുപ്പത്തിലുള്ള. അപ്പോൾ ഈ 4 എണ്ണം എടുത്താൽ അത്യാവശ്യം മസാല ഒക്കെ ഉണ്ടാവും. പിന്നെ 1 എക്സ്ട്രാ എടുക്കുന്നത് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യൂലേ നമ്മൾ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്ന് സമൂസക്കും പിന്നെ ഒക്കെ ഉണ്ടാക്കുന്ന സമൂസക്കും കട്ലറ്റിനൊക്കെ ഉള്ളി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിയാപ്പിള ചെറുതായിട്ടൊന്ന് പിയാപ്പിളിനെ തുറപ്പിക്കുകയാണ്. സത്യം പറയാലോ, ആ ഒരു പ്രീതിൻ്റെ മിക്സി കിട്ടിയതിന് ശേഷം ബിരിയാണി എനിക്ക് വെക്കണേ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഉള്ളിയൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ അരിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ആ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ആ ലഗോണ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സമൂസക്കും കട്ലറ്റിലേക്കൊക്കെ കൂടി വേണ്ടിയിട്ട് ഈ ബിരിയാണിയിലേക്കും എല്ലാം കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര തോനുള്ളത്. അപ്പോൾ അത്ര ഒന്നും വേണ്ട. 1 കിലോയിലേക്ക് ഒരു 50 ഗ്രാമിൻ്റെ അടുത്ത് വെളുത്തുള്ളി ഇഞ്ചി മതി. വെളുത്തുള്ളി കുറച്ചധികം, ഇഞ്ചി അതിൻ്റെ കുറവും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു 5-6 എണ്ണം എടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തതിന് ശേഷം അതാ 1 മുറി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. വെള്ളമൊന്നും ഇതിൽ ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചിക്കനിന് വെള്ളം വരും, അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ലഗോൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 വിസിൽ വന്നോട്ടെ. എന്നതിൻ്റെ ശേഷം അത് വിസിലൊക്കെ പോയതിൻ്റെ ശേഷമാണ് നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെ ഇതാ ഓയിൽ നമ്മളത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ ആ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ല ഈസിയാണ് ഇപ്പോൾ എനിക്ക് ബിരിയാണി വെക്കാനായിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. കുറച്ചധികം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ. ഓയിൽ ശരിക്കും പറഞ്ഞാൽ 1 കിലോ ബിരിയാണിയിലേക്ക് ഒരു 400 അളവാണ് കേട്ടോ, 400 ഗ്രാമാണ്. പിന്നെ ഇതാ എൻ്റെ കയ്യിലുള്ള ഈ ന്യൂട്രിപ്രോൻ്റെ ബ്ലെൻഡർ ഉണ്ടല്ലോ, അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയെന്ന് എപ്പോഴും പറയേണ്ടത് ഇതൊരു വീഡിയോയിൽ ഉണ്ടായിന്, അതുകൊണ്ട് അതിന് അടിപൊളിയെന്ന് വന്നു പോകും അറിയാതെ. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കോട്ടി. ഞാൻ ഈ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകും പിന്നെ അതേപോലെ വലിയ ജീരകവും ഗരം മസാലയും ഒക്കെ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ പൊടിച്ചെടുക്കൽ. പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഈ വാങ്ങുകയാണെങ്കിൽ വെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും അവർ മാറ്റിത്തരും അതിൻ്റെ ഗ്യാരണ്ടി പീരീഡിൻ്റെ ഉള്ളിൽ. അതൊക്കെ പൊടിച്ച് മാറ്റിയതിന് ശേഷം ഞാനിതാ ആ ഒരു ഉള്ളി വയറ്റിയതിൻ്റെ മൂടി തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കുകയാണ്. ബിരിയാണിയിലേക്ക് ഒരുപാട് കറിവേപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ചെടുത്താൽ മതി. നമ്മൾ സമൂസക്കൊക്കെ ആണെങ്കിൽ കുറച്ചധികം എടുത്താലും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു 400 ഗ്രാം അളവിലുള്ള തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഉള്ളി 4 എണ്ണം വേണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ 3 എണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതൊരു സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ കാറ്ററിങ്ങിലെ ബിരിയാണി ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്ക് അറിയാൻ മതിയാവും. എല്ലാ അളവിലുള്ള ബിരിയാണി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കുറേശ്ശെ എടുത്തിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 2 ഉണ്ട വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ നേരത്തെ അളവ് പറഞ്ഞോ അറിയില്ല. ചെറിയൊരു പീസ് ഇഞ്ചിയും. പിന്നെ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് വാടി വരാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതാ 1 ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ ഈ ഒരു മസാലയിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ അത് അത്യാവശ്യം വലുപ്പമുള്ള ചെറുനാരങ്ങ ആയതുകൊണ്ട് ഞാൻ പകുതിയാണ് എടുക്കുന്നത്. പകുതി ഇങ്ങനെ നെയ്ച്ചോറിലേക്ക് വേണം. പിന്നെ എന്താ പൊടികൾ, ഈ ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതൊക്കെ നമ്മളെ ഇതിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുരുമുളക് പൊടി കുറച്ച് ഇടുന്നത് നല്ലതാണ്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള RKG ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് വേണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ചേർത്തണ്ട കേട്ടോ. പിന്നെ അതാ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ പുളി ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ ലഗോണും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിലേക്ക് അത്യാവശ്യം ഗ്രേവി പോലെ ഉണ്ടാവും കേട്ടോ. ചിക്കൻ വേവിച്ച ആ ഒരു ഇതുണ്ടല്ലോ സ്റ്റോക്ക്,
അതും നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഇത്തിരി വെള്ളം പോലെ ആയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത്തിരി വെള്ളമാണ് വേണ്ടത് മസാലയിലേക്ക്. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചതിന് ശേഷം ലാസ്റ്റിലേക്ക് കുറച്ചധികം ഒരു പിടി മല്ലിയിലയും പിന്നെ അതിൻ്റെ കുറച്ച് കുറവ് പുതിന ഇലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അവിടെ മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നോമ്പ് തുറന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ റൈസ് ഉണ്ടാക്കിയതും ദമ്മ് ചെയ്തതൊക്കെ. അപ്പോൾ തിരക്കില്ലല്ലോ. അപ്പോൾ രാത്രി ഈ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങളിവിടെ മെയിൻ ഫുഡ് കഴിക്കൽ. പിന്നെ പിന്നെ കുറേ നേരം കഴിഞ്ഞ് രാത്രി ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴേക്കാണ്ട് ഞാൻ വേഗം ഈ നെയ്ച്ചോറും ഒക്കെ വെച്ചിട്ട് ദമ്മിടാൻ നോക്കുന്നത്. അത് അതിലേക്ക് വീണ്ടും ഓയിൽ ഒഴിച്ച് കൊടുത്ത് പട്ട, ഗ്രാമ്പു, ഏലക്കായ അതൊക്കെ കുറേശ്ശെ മതി കേട്ടോ. പിന്നെ അതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്കാണെങ്കിൽ 2 കപ്പ് വെള്ളം. അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണെങ്കിലാണ് കേട്ടോ അങ്ങനെ. നമ്മൾ 4, 5 എടുക്കുമ്പോൾ അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർക്കുന്നുണ്ട്. വലിയ ചെറുനാരങ്ങ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ തന്നെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കൈമ റൈസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് 1 കിലോനാണ്. എല്ലാവരും ചോദിക്കലുണ്ട് 1 കിലോയിലേക്ക് 1 കിലോ തന്നെ ആണോ അളവ് എന്ന്. സെയിം അളവിലാണ് ബിരിയാണി വെക്കാറ്. അപ്പോൾ കൂടുതൽ ചിക്കൻ്റെ പീസ് വേണമെങ്കിൽ ഒരു 1/2 കിലോനൊക്കെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക. പക്ഷേ ഒരു ശരിക്കുള്ള ഒരു അളവ് 1 കിലോ ബിരിയാണി റൈസിലേക്ക് 1 കിലോ ചിക്കൻ തന്നെയാണ്. പിന്നെ റൈസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ഇടട്ടോ. ഞാനതൊക്കെ ഇപ്പോൾ കാറ്ററിങ്ങിൽ ചെയ്യുമ്പോൾ ഓർഡർ അനുസരിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഇട്ട് കൊടുക്കൽ. ഇതിലേക്കൊന്നും അങ്ങനെ ചേർത്ത് കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ഇടാം. അത് ഭംഗിക്ക് വേണ്ടി ഇടുന്നതാണ്. പിന്നെ നമ്മൾ ആ ചോറ് ഒരു ഫുള്ള് വേവാവരുത് കേട്ടോ. ഒരു 80% വേവ്, ഒരു 85% വേവുണ്ടല്ലോ. കുറഞ്ഞൊരു വേവും കൂടി ബാക്കി വെച്ചിട്ട് വേണം നമ്മൾ ദമ്മ് ചെയ്യാനായിട്ട്. പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഗരം മസാലപ്പൊടിയൊക്കെ ഇടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 6 kg നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 100 ഗ്രാം അളവിലുള്ള നെയ്യാണിത് ചേർത്തത്. പക്ഷേ ഞാനത് മുഴുവനൊന്നും ഇടുന്നില്ല കേട്ടോ. ഒരു 50 ഗ്രാമൊക്കെ ചിലപ്പോൾ നമുക്ക് എല്ലാം കൂടി വേണ്ടി വരും. ഒരുപാട് നെയ്യ് ആവശ്യമില്ല, നമ്മൾ ഓയിലൊക്കെ ഇടുന്നുണ്ടല്ലോ. പിന്നെ ആദ്യത്തെ ലെയറിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം, ഓയിലല്ല നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഗരം മസാലപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ആവശ്യമില്ല, നമുക്ക് എത്രയാണോ വേണ്ടിച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ അതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ ഉള്ളി കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ലെയറും ചോറിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ ദമ്മൊക്കെ ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് കത്തിച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഗ്യാസ് അടുപ്പുമ്പോഴാണെങ്കിൽ ഒരു 7 മിനിറ്റോളം വേണം. അടുപ്പത്താണെങ്കിൽ ഒന്ന് നല്ലോണം പാളി കത്തുമല്ലോ, അപ്പോൾ കുറച്ച് സമയം മതി. നമ്മൾ റൈസും വേവിച്ചിരിക്കണം, മസാലയൊക്കെ വേവിച്ച് പിന്നെ ഇത് രണ്ടും കൂടിയുള്ളൊരു ചെറിയ രീതിയിലൊരു ആവി വരുന്നത് വരെ ഒന്ന് ചെറുതായിക്കൊന്ന് കത്തിച്ച് കൊടുത്താൽ മതി. പിന്നെ എന്തായാലും നമ്മൾ ദം ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മാത്രം പൊട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോഴാണ് ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് ആ ബിരിയാണിക്ക് കിട്ടുക, മസാലയെന്നൊക്കെ മുകളിലേക്ക് ചേർന്നിട്ട്. പിന്നെ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ച ആ ഒരു ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ കാക്ക പെട്ടെന്ന് വന്ന് പറഞ്ഞാണ് ഒരുപാട് ഓയിൽ ഒഴിക്കല്ലേ എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ പിന്നെ അതവിടെ മാറ്റി വെച്ച്. പിന്നെ ഞാനിവിടെ ഈ മൈദ കൊണ്ടൊന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെക്കുമ്പോഴാണ് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. മൈദ ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ടാണ് ചെയ്യൽ. പിന്നെ ഒരു നല്ലൊരു പുതിന ചമ്മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്, ഇത് അടിപൊളിയാണ്. പിന്നെ തേങ്ങയും മല്ലിച്ചപ്പും പുതിനയും പച്ചമുളകും ചുവന്നുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് പിന്നെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അതിന് പകരമായിട്ട് തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ചെറുനാരങ്ങ നീരുണ്ടായി ചേർത്ത് കൊടുത്താലും മതിയാവും, പക്ഷേ തൈരാണ് ഒന്നുകൂടി ടേസ്റ്റ്. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കും. നല്ലോണം വെച്ചാൽ നല്ല ഫൈനാവരുത് കേട്ടോ. ചമ്മന്തിക്കൊക്കെ ഒരു തരിതരിയുള്ള പോലെ നമ്മൾ അരച്ചെടുക്കില്ല, അങ്ങനെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ബിരിയാണി ഒന്ന് തുറന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ. അപ്പോൾ ബിരിയാണി ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഒന്നും ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ബിരിയാണി തന്നെ കഴിക്കുകയുള്ളൂ എല്ലാവരും, വേറെ ഒന്നും തിരിഞ്ഞു നോക്കില്ല, അത് പിന്നെ ബാക്കിയാവും. അതുകൊണ്ടാണൊന്നും ചെയ്യാൻ. പിന്നെ ആ റൈസ് മുകളിലത്തെ മാത്രം കോരിയിട്ട് മാറ്റുക. പിന്നെ അടിയിൽ മസാല ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ മസാലയിലേക്ക് എന്തായാലും കുറച്ച് റൈസ് പിടിക്കും. വേണമെങ്കിൽ നമുക്കൊരു വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുക, പക്ഷേ വാഴൻ്റെ ഇല വെച്ച് കൊടുത്താൽ ആ ഒരു മസാലൻ്റെ ഫ്ലേവറൊന്നും ഈ റൈസിലേക്ക് കയറൂല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാഴൻ്റെ ഇല ഒന്നും വെച്ച് കൊടുക്കാത്തത്. മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആ മസാല ഒക്കെ.
പിന്നെ നമ്മളിതാ നല്ല ചമ്മന്തിയും നല്ല അച്ചാറും പിന്നെ രാത്രി ആയതുകൊണ്ടാണ് തൈര് എടുക്കാഞ്ഞത്. അതൊക്കെ കൂടി കൂട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം വേവാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ആ ഒരു ലഗോൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.